പുഴയുടെ കരയിൽ നിന്ന് പാലത്തിന്റെ മേൽക്കുവരെ ആഘോഷത്തിന്റെ ശബ്ദം. മലയാറ്റൂരിലൂടെ കടന്നു പോകുന്നത് പെരിയാറിന്റെ ഒരു മനോഹരപ്പെട്ട ഭാഗമാണ്. പാണങ്കുഴിയും പാണേലിപ്പോരും വളരെ അടുത്താണ്. പാണേലിപ്പോര് വലിയ ടൂറിസ്റ്റ് കേന്ദ്രം. പിന്നെയുമുണ്ട് പുലിയണിപ്പാറ, തിരക്കൊഴിഞ്ഞ് വിജനമായ ഒരു പാറപ്പുറം. ഇന്ന് നിരവധി കോളേജ് വിദ്യാർത്ഥികൾ കൂട്ടം കൂടുന്നിരിടം. കപ്രിക്കാട് മൃഗസംരക്ഷണ കേന്ദ്രം, കാട്ടൂര് കള്ള് ഷാപ്പ്, കോളേജ് സ്റ്റുഡൻസിന്റെ പ്രിയപ്പെട്ട ഇടം. കാട്ടൂർ ഷാപ്പ് എന്ന് പറയുമ്പോൾ ഒരു വിജനമായ ഏരിയ പോലെയാണ്. തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല. ഒരു പാടം, അതിന്റെ നടുക്കാണ് കാട്ടൂർ ഷാപ്പ് സ്ഥിതി കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കോളേജ് സ്റ്റുഡൻസിന് അതൊരു വലിയ അട്രാക്ഷൻ തന്നെയാണ്. വിനോദവും വിശ്രമവും ആവശ്യമായ എല്ലാം ഒരു ചെറിയ റേഡിയസിനുള്ളിൽ. ഇതാണ് യുവതലമുറയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മലയാറ്റൂരിൽ നിന്ന് വരുന്നത് ഒരു സെൻസേഷണൽ ന്യൂസാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. ഞാൻ മലയാറ്റൂരിന്റെ വളരെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാവുന്ന മലയാറ്റൂരിനെ കുറിച്ച് തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ്. ഞാൻ മലയാറ്റൂർ പാലത്തിലും പള്ളിയിലുമൊക്കെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പോകുന്നയാളാണ്. അതിനാൽ എനിക്ക് പറയാനുള്ള മലയാറ്റൂരിലെ അനുഭവം ഒന്ന് കേട്ടു നോക്കൂ. മലയാറ്റൂരിന്റെ പുതിയ വൈബ്, പുതിയ വെല്ലുവിളികൾ. രക്ഷിതാക്കൾ ഒന്ന് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിന്റെ മാപ്പിൽ ചെറുതായി തോന്നുന്ന ഒരു ഗ്രാമമാണ് മലയാറ്റൂർ. പക്ഷേ ഇന്നതൊരു ഗ്രാമം മാത്രമല്ല, സംസ്കാരവും വിനോദവും യുവതലമുറയുടെ പുതിയ വൈബുമൊക്കെ ചേർന്നു രൂപപ്പെട്ട ഒരു പ്രത്യേക സ്ഥലം. ഒരിക്കൽ 7 മണിക്ക് തന്നെ നിശബ്ദത നിറഞ്ഞിരുന്ന ഈ സ്ഥലത്ത് ഇന്ന് രാത്രി 1 മണിക്കും 2 മണിക്കും വരെ ജീവൻ തുളുമ്പുന്നു. പാലം പണിതതോടെ മലയാറ്റൂരിന്റെ മുഖം പൂർണ്ണമായും മാറിയത്. മലയാറ്റൂരിനെ കുറിച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ 7 മണിക്ക് ശേഷം അവിടെ ഒരു ജീവന്റെ സൂചന പോലും കാണാൻ സാധിക്കില്ലായിരുന്നു. പാലത്തിന്റെ ഇപ്പുറവും അപ്പുറവും ഒരുമിച്ചു ചേർക്കുന്ന ഒരു ബന്ധമുണ്ടായിരുന്നില്ല. ഗ്രാമീണമായ നിശബ്ദത, ചില വീടുകളും ചില പള്ളികളും അത്രമാത്രം. പക്ഷെ ഇന്ന് മലയാറ്റൂർ പഴയ കഥയല്ല, അതൊരു പുത്തൻ കാലഘട്ടമാണ്. മലയാറ്റൂർ പാലം വന്നതോടെ ഇവിടെ നിന്ന് തന്നെ എല്ലാം മാറി തുടങ്ങി. പാലത്തിന്റെ സമീപത്ത് പുതിയ കടകളും തട്ടുകടകളും ചായക്കടകളും ഫാം ഫ്രഷ് റെസ്റ്റോറന്റുകൾ ഒന്നിനൊന്ന് വരാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകളെ മലയാറ്റൂരിന്റെ ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പാലത്തിനു ചുറ്റോടു കൂടിയ വൈബുള്ള ഒരു ഹാങ്ങോട്ട് സ്ഥലമായി മാറി. വൈകുന്നേരം 6 മുതൽ രാത്രി 11 വരെ ചായയുടെയും പുഴയുടെ കാറ്റിന്റെയും ഒരു പ്രത്യേക മൂഡ്. കോളേജ് വിദ്യാർത്ഥികൾ, ജോലിക്കാരുടെ ചെറുകൂട്ടങ്ങൾ, കുടുംബങ്ങൾ എല്ലാം ഒരേപോലെ ഈ പുഴയൊരുക്കുന്ന ആ ആകർഷണത്തിന്റെ വലയിലായി. ഗ്രാമമാണെങ്കിലും ഇപ്പോൾ മലയാറ്റൂരിൽ രാത്രി 12നും 1നും ശേഷം പോലും ആളുകൾ നിരവധി യാത്ര ചെയ്യുന്നു. ബൈക്കും സ്കൂട്ടറും എടുത്ത് രാത്രി വൈകിയും കുട്ടികൾ ചുറ്റിത്തിരിയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ മലയാറ്റൂരിന്റെ പുതിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പാലം, പുഴ, തട്ടുകടകൾ, 2 ബാറുകൾ വരെ അടുത്തടുത്തായി എല്ലാം കൂടി മലയാറ്റൂരിനെ ഒരു നൈറ്റ് ഹബ്ബ് പോലെ തീർത്തു. പുതുവർഷ സമയത്ത് ഡിസംബർ 20 മുതൽ തുടങ്ങുന്ന തിരക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ന്യൂ ഇയർ ദിനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മലയാറ്റൂരിലേക്ക് വരുന്നത്. അത് നമുക്ക് മനസ്സിലാകും. മലയാറ്റൂരിലേക്ക് പോകുന്ന വഴികളൊക്കെ ട്രാഫിക് പോലീസ് കൺട്രോൾ പരിധിയിലാകും. തിരക്ക് കാരണം വഴി തിരിച്ചും വിട്ടുമൊക്കെയാണ് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത് പോലും. ഒരിക്കൽ ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി മലയാറ്റൂരിലേക്ക് പോവുകയാണ്. പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല, അത്ര തിരക്കായിരുന്നു. വൈബിന് അതിന്റെ നല്ല വശങ്ങളുണ്ട്. പുതിയ സംരംഭങ്ങൾ, ഇടപെടലുകൾ, ഗ്രാമത്തിന്റെ വളർച്ച, ഇവയെല്ലാം പോസിറ്റീവാണ്. പക്ഷേ ഈ പുത്തൻ വൈബിന് ഒരു മറ്റൊരു വശവുമുണ്ട്. അതിന്റെ പ്രകമ്പനമാണ് നാം കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത തന്നെ. കോളേജ് വിദ്യാർത്ഥികൾ കൂട്ടം കൂടി ചെന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെ ഇവിടെ സമയം ചെലവഴിക്കുന്നത് ഒരു പരിധിവരെ ഫൈൻ ആണെങ്കിലും ചിലർക്കത് നിയന്ത്രണരഹിതമായ രീതിയിലേക്ക് നീങ്ങുന്നു. രാത്രി 1-2 മണി വരെ അൺനെസസറി റൈഡ്സ്, പുഴക്കരയിൽ ഓവർ എക്സൈറ്റ്മെന്റ്, അവിടെയുള്ള ചില സെൻസിറ്റീവ് വാർത്തകൾ. അതെ, ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ സെൻസേഷണൽ ന്യൂസ് പുറത്തു വരുന്നത് മാതാപിതാക്കൾക്കിടയിൽ ആശങ്ക ഉയർത്താനിടയുണ്ട്. ഇവിടെയുള്ള ഏത് കഥയും നമ്മൾ വലിയ സെൻസേഷണൽ ആംഗിളിൽ കാണേണ്ടതില്ല. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. യുവാക്കൾക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷേ അതിനുമേൽ ഒരു ഗൈഡഡ് ഡയറക്ഷൻ കൂടി അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ലോകം നാം കാണുന്നത് പോലെയല്ല. വൈബ്, കൂട്ടുകാർ, ഫ്രീഡം, അഡ്വഞ്ചർ റൈഡ്സ്, അഡ്വഞ്ചർ റീൽസ്, കൾച്ചർ, ഇവയാണ് ഇവരുടെ ഡ്രൈവിംഗ് ഫോക്കസ്. മലയാറ്റൂർ പോലുള്ള ഇടങ്ങൾ ഈ ജനറേഷന് ഒരു ഹാങ് ഔട്ട് സ്പേസ് ആണ്. പ്രശ്നം ഗൈഡൻസ് ആണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ പുറത്തിറങ്ങുന്നത് തടയേണ്ടതില്ല, പക്ഷേ സമയം, കമ്പനി, പർപ്പസ് എന്നിവ ജെന്റലി മനസ്സിലാക്കണം. കുട്ടികൾക്കൊപ്പം
ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ നിനക്ക് സേഫ് ആണ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുക. കുട്ടികൾ എവിടെയാണ് പോകുന്നത്, ആരോടത്താണ് പോകുന്നത് എന്നതിൽ കംപ്ലീറ്റ് കൺട്രോൾ വേണ്ട. പക്ഷേ ഹെൽത്തി അവയർനെസ് വേണം. സെൻസേഷണൽ ന്യൂസ് കാണുന്ന പാരൻസ് എല്ലാം ജനറലൈസ് ചെയ്യാതെ അവരുടെ കുട്ടികളുടെ ലൈഫ് പാറ്റേൺ കാമായി മനസ്സിലാക്കണം. അവരെ വിശ്വസിക്കുന്ന ഒരു പേരന്റ്, അവരോട് ഓപ്പണായി സംസാരിക്കുന്ന ഒരു ഫാമിലി, അവർ മിസ്റ്റേക്ക് ചെയ്താൽ ജഡ്ജ് ചെയ്യാതെ ഗൈഡ് ചെയ്യുന്ന ഒരു രീതി. മലയാറ്റൂർ ഇന്ന് വളർന്നു വരുന്ന വിനോദ കേന്ദ്രം. വൈബുണ്ട്, ആകർഷണമുണ്ട്. അവിടെ സമയം ചെലവിടുന്നത് പലർക്കും റിലാക്സേഷൻ ആണ്. പക്ഷേ അതിനൊപ്പം കുട്ടികൾ ടു മച്ച് ലേറ്റ് നൈറ്റ് ഹാങ് ഔട്ടിൽ പോകുമ്പോൾ അവരുടെ സേഫ്റ്റി, ഫോക്കസ്, സ്റ്റഡീസ് ഇവ നഷ്ടമാകുന്നില്ലേ എന്ന് പാരൻസ് നോക്കണം. യുവാക്കൾ സ്വന്തം ഡിസിഷൻ എടുക്കുന്ന കാലമാണിത്. പക്ഷേ ഗൈഡൻസ് അവർക്കും അത്ര തന്നെ ആവശ്യമാണ്. മലയാറ്റൂരിലെ വൈബ് മനോഹരമാണ്. പുഴയുടെ ശാന്തത, പാലത്തിന്റെ വെളിച്ചം, വൈകുന്നേരത്തെ ശബ്ദം, രാത്രിയുടെ എനർജി എല്ലാം ചേർന്നൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ പോസിറ്റീവ് വൈബിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ യുവാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനിവാര്യമാണ്. മലയാറ്റൂർ മാറുന്നു, കാലം മാറുന്നു, അതുപോലെ നമ്മുടെ പരിചരണ രീതികളും മാറ്റണം.